വീണ്ടും ഒരു യാത്രയിലാണ്. ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തേക്ക് നേര്യമംഗലം കമ്പളിക്കണ്ടം റൂട്ടിലാണ് നമ്മൾ ഈ നിൽക്കുന്നത്. ഈ റൂട്ട് ഓൾമോസ്റ്റ് ഫോറസ്റ്റ് ആംബിയൻസ് തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ പറ്റും. നെടുങ്കണ്ടത്തുള്ള ഒരു 75 ഏക്കർ ഏലത്തോട്ടത്തിൽ ഒരു ദിവസം എക്സ്പീരിയൻസ് ചെയ്യാനാണ് നമ്മൾ ഈ പോകുന്നത്. ഈ തോട്ടത്തിന് നടുവിലായി സ്റ്റേ ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട്. റോഡിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് ഡ്രൈവ് ചെയ്താണ് നമുക്കിവിടെ എത്താൻ പറ്റുന്നത്. അത് തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. വഴി കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നിയെങ്കിലും ട്രാവലർ ഉൾപ്പെടെയുള്ള വെഹിക്കിൾസ് ഇങ്ങോട്ട് കയറി വരും. അങ്ങനെ കാർ പാർക്ക് ചെയ്ത് ഇവിടുത്തെ സ്റ്റേയിലേക്ക് വലിയൊരു ഫിഷ് പോണ്ടിന് മുകളിൽ സ്ട്രക്ചർ ചെയ്താണ് ഇവിടുത്തെ സ്റ്റേ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കുട്ടവഞ്ചി അവൈലബിൾ ആണ്. നമുക്ക് പോണ്ടിലിറങ്ങി എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ വേറൊരു ഹൈലൈറ്റ്, റൂമിലിരുന്നാൽ വ്യൂ കിട്ടുന്നത് നേരെ ഈ പോണ്ടിലേക്കാണ് എന്നുള്ളതാണ്. ഈ പോണ്ടിലേക്കുള്ള വെള്ളം വരുന്നത് എവിടെ നിന്നാണെന്ന് അറിയണ്ടേ? ഇതാ ആ കാണുന്ന മലയുടെ മുകളിൽ നിന്ന് വരുന്ന നാച്ചുറൽ വാട്ടറാണത്. അങ്ങനെ വൈകുന്നേരം 4 മണിയായി. ഒരു ബ്ലാക്ക് ടീ ഒക്കെ എടുത്ത് ഒന്ന് നടക്കാൻ ഇറങ്ങി. ഈ പ്രോപ്പർട്ടിയിൽ തന്നെ ഒരു നാച്ചുറൽ വാട്ടർ പൂൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് ഈ പോക്ക്. ഇതാണ് ആ നാച്ചുറൽ പൂളിൻ്റെ ഫസ്റ്റ് ലുക്ക്. തിങ്ങി നിൽക്കുന്ന ഏലത്തോട്ടത്തിന് നടുക്കാണ് ഇവൻ ഇങ്ങനെ നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞ ആ മലയുടെ മുകളിൽ നിന്ന് തന്നെയാണ് ഇവിടെയും വെള്ളം ഒഴുകി വരുന്നത്. 2 ലെയറായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഈ നാച്ചുറൽ പൂളും അതിന് ചുറ്റുമുള്ള ഈ വൈൽഡ് ആംബിയൻസും ഒരു വല്ലാത്ത ഫീലാണ് നമുക്കിവിടെ തരുന്നത്. സൈലൻസ് എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി സൈലൻസാണ് ഇവിടെ. ഒരു ഇൻഫിനിറ്റി പൂളിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഈ ഒരു സ്പോട്ടിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയി ഇങ്ങനെ വന്നൊന്ന് ഇരുന്ന് പഴയ ഓർമ്മകളൊക്കെ ഒന്ന് റീകോൾ ചെയ്തെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെയൊക്കെ ലൈഫിൻ്റെ സ്പീഡ് കൂടിപ്പോയതുകൊണ്ട് മാത്രം ഗ്യാപ്പുകൾ വന്ന ഒരുപാട് സുഹൃബന്ധങ്ങൾ എല്ലാവർക്കും ഇല്ലേ? അങ്ങനെ രാത്രിയായി. ഈ 75 ഏക്കർ ഏലത്തോട്ടത്തിൻ്റെ ഒരു സൈഡ് മാത്രമാണ് നമ്മൾ ഇതുവരെ കണ്ടത്. നാളെ രാവിലെ തോട്ടത്തിലേക്ക് ഇറങ്ങി ഇവിടുത്തെ ലൈഫൊക്കെ ഒന്ന് കാണണം. അങ്ങനെ ക്യാമ്പ് ഫയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഡിന്നറൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇവിടെ റെഡി ടു യൂസ് കിച്ചൺ അവൈലബിൾ ആണ് കേട്ടോ. പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഫുഡ് നേരത്തെ ഓർഡർ ചെയ്താൽ അറേഞ്ച് ചെയ്ത് തരികയും ചെയ്യും. അപ്പോൾ പറഞ്ഞതുപോലെ നാളെ രാവിലെ കാണാം. ചുറ്റിനും നല്ല കോടയൊക്കെ ആയി. ഇതാണ് ഇവിടുത്തെ രാവിലത്തെ ആംബിയൻസ്. ഓരോ കട്ടനൊക്കെ എടുത്ത് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇവിടെ 18 പേർക്ക് വരെ സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ഗെറ്റ് ടുഗതറോ അങ്ങനെ ഏത് ഗ്രൂപ്പ് ആക്ടിവിറ്റീസും ഇവിടെ സ്യൂട്ടായിരിക്കും തോന്നുന്നു. അതും ഈ ഫോറസ്റ്റ് ആംബിയൻസിൽ. ഇനി അടുത്തത് ഏലത്തോട്ടത്തിലേക്കാണ്. അതിരാവിലെ തന്നെ തോട്ടത്തിലേക്ക് ജോലി ചെയ്യുന്നവരെല്ലാവരും എത്തും. മലയാളികളും തമിഴ്നാട്ടിൽ നിന്നുള്ളവരും നോർത്ത് ഇന്ത്യൻസും ഒക്കെ ആയി ഒരു മിക്സഡ് ലേബർ സിസ്റ്റമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇതിൽ തമിഴ്നാട്ടിൽ നിന്നും ഡെയിലി ജീപ്പിൽ ഇവിടെ വന്ന് ജോലി ചെയ്ത് തിരിച്ചു പോകുന്നവരുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ തമിഴ്നാട് ബോർഡർ എത്തും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം.
ഏലത്തോട്ടത്തിലേക്ക് പോകുന്ന വഴിയാണ് തോട്ടത്തിൻ്റെ ഓണറും ഫാമിലിയൊക്കെ താമസിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറമാണ് കൃഷിയുള്ളത്. മീൻ കൃഷിയും പല വെറൈറ്റിയിലുള്ള ഫ്രൂട്ട്സും പച്ചക്കറികളും, മുയൽ, താറാവ്, കോഴി, പല വെറൈറ്റിയിലുള്ള ആന്തൂറിയംസ്, അങ്ങനെ ഒട്ടുമുഖ്യ കാര്യങ്ങളും ഈ ഫാമിലിയുടെ ചുറ്റിനുമായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓരോന്നിനെയും മെയിൻറ്റെയിൻ ചെയ്യാൻ സെപ്പറേറ്റ് ടീം തന്നെയുണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞ ഈ ഫാമിൻ്റെ ഓണറും ഫാമിലിയും. പച്ചപ്പില്ലാത്ത ഒരു സ്ഥലം പോലും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ. അങ്ങനെ അവിടെ നിന്ന് നേരെ നടന്ന ഏലത്തോട്ടത്തിലേക്ക്. ഈ 75 ഏക്കർ എങ്ങനെ നടന്ന് കാണുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ദേ വരുന്നു തോട്ടത്തിലേക്ക് സാധനങ്ങളുമായിട്ട് പോകുന്ന ജീപ്പ്. ഈ 90 മോഡൽ മഹീന്ദ്ര ജീപ്പിനെ ഇവിടെ ഉള്ളവർ വിളിക്കുന്നത് വാൽമാക്രി എന്നാണ്. ഈ കാണുന്ന പോലെ ഈ മലയും കാടും ഒക്കെ കയറി ഇവൻ തന്നെയാണ് സാധനങ്ങൾ തോട്ടത്തിൻ്റെ പല സ്ഥലങ്ങളിലും എത്തിക്കുന്നത്. അതായത് ഇവൻ്റെ ലോകം ഈ 75 ഏക്കറിൽ മാത്രമാണ്. അങ്ങനെ ബിജു ചേട്ടൻ്റെ വാൽമാക്രി കയറി തോട്ടത്തിൻ്റെ ഏകദേശം നടുക്കെത്തി. ഇന്ന് ഈ ലൊക്കേഷനിലാണ് ഏലത്തിൻ്റെ മെയിൻ്റനൻസ് നടക്കുന്നത്. രാവിലെ നമ്മൾ കണ്ട എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. രാവിലെ ജോലിക്ക് ഇറങ്ങിയാൽ ഇവരുടെ ഫുഡും റെസ്റ്റും എല്ലാം ഈ തോട്ടത്തിൽ തന്നെയാണ്. ഇതിൽ കൂടുതൽ പേരും ഇവിടെ എസ്റ്റേറ്റിലുള്ള ലയങ്ങളിലാണ് താമസിക്കുന്നത്. ഇതൊരു വേറെ ലോകമാണ്. അങ്ങനെ എസ്റ്റേറ്റിൽ നിന്ന് നേരെ സ്റ്റേയിലേക്ക് വന്ന് കൊട്ടവഞ്ചി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് നമുക്ക് മീനുകളെ ചൂണ്ടയിട്ട് പിടിക്കാൻ പറ്റും. കിച്ചൺ ഉള്ളതുകൊണ്ട് പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്ത് തരാൻ പറ്റും. അതിനുള്ള എക്സ്പെൻസ് മാത്രം കൊടുത്താൽ മതി. സ്റ്റേയിനോട് ചേർന്ന് തന്നെ കിച്ചണും ഡൈനിങ് ഹോളും ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങാനുള്ള ടൈം ആവുന്നു. ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണ്. ഇത്രയും വലിയ ഒരു ഏലത്തോട്ടത്തിൽ ഇങ്ങനെ ഒരു സ്റ്റേ, അതും ഒരു നാച്ചുറൽ പൂളും, പിന്നെ ഇവിടുത്തെ ലൈഫും കൂടെ ഇവിടുത്തെ സപ്പോർട്ടും ഒന്നും പറയാനില്ല. ഞാൻ ഈ ചെറിയ സ്റ്റോറി ഇവിടെ നിർത്തുന്നു. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു സ്റ്റോറിയുമായി ഉടനെ കാണാം.